ഹലോ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇസ്രായേൽ കെയർ ഗീവറായി ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ജോലി ഇല്ലാതിരിക്കുന്നവർക്കും ഇപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്പെടുന്നതായിട്ടുള്ളൊരു സൈറ്റിനെ കുറിച്ചാണ്. അതായത് www.isavta.co.il എന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ ആ ഏരിയയിലുള്ള ഓരോ എംപ്ലോയർ അല്ല, ജോലി കെയർ ഗീവറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എംപ്ലോയേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ ലഭ്യമാവുന്നതാണ്. അതിനായി നമ്മൾ ആദ്യമേ ഇതിനകത്തൊരു അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അതിനായി സൈനപ്പ് പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻ്റർ ചെയ്യുക. നമ്മുടെ പേര്, നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ പാസ്വേഡ്, ശേഷം പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം അടിക്കുക. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതാണ്. എനിക്കിതിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കാരണം ഞാനിപ്പോൾ ലോഗിൻ പ്രസ് ചെയ്യുന്നു. ലോഗിൻ പ്രസ് ചെയ്ത ശേഷം നമ്മുടെ ഇമെയിൽ ID, ഇപ്പോൾ കൊടുത്ത പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത ശേഷം ഗോ പ്രസ് ചെയ്യുക. ഗോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ isavta.co.il നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിനുശേഷം ഇതിൽ മൈ അക്കൗണ്ട്, ജോബ് ഓപ്പണിംഗ്, ഏജൻസീസ് എന്നിവ ലഭ്യമാണ്. മൈ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ ജോബിന് നമുക്കൊരു ആഡ് ഇടണമെങ്കിൽ നമ്മൾ എംപ്ലോയറിനനുസരിച്ച് നമുക്കൊരു ജോബ് ഇടണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അതിനായി മൈ അക്കൗണ്ട് പ്രസ് ചെയ്ത ശേഷം എഡിറ്റ് കെയർ ഗീവർ പ്രൊഫൈൽ എടുക്കുക. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കറന്റ് കൺട്രി, നമ്മളിപ്പോൾ ഉള്ള സ്ഥലം, ലൈസൻസ് ഡിസ്ട്രിക്ട്, നമ്മുടെ ഏരിയയിലാണോ, നമുക്കറിയാവുന്ന ലാംഗ്വേജസ്, ഇത് നമ്മുടെ ലാസ്റ്റ് ജോലി നോക്കിയ സ്ഥലം, ബിഗിനിങ് മന്ത്, ലാസ്റ്റ് ജോബ്, നമ്മൾ എവിടെയാണോ ലാസ്റ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ഥലം, ബിഗിനിങ് മന്ത്, ഏത് മാസമാണോ ജോലി തുടങ്ങിയത് അവിടെ, ബിഗിനിങ് ഇയർ, ഏത് വർഷമാണ് തുടങ്ങിയത്, അതായത് എൻഡ് മന്ത്, എൻഡ് ഇയർ, മാസവും വർഷവും ജോലി തീർന്നത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയർ നമ്മുടെ ആഡ് കണ്ട് നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ജോലി ഇപ്പോൾ ഇതിൽ സെർച്ച് ചെയ്യുന്നതിനായിട്ട് ജോബ് ഓപ്പണിംഗ് പ്രസ് ചെയ്ത ശേഷം ഫിൽട്ടർ ജോബ്സ് എന്നതിൽ മെയിൽ പേഷ്യൻ്റിനെയാണോ നമുക്ക് വേണ്ടത്, ഫീമെയിൽ പേഷ്യൻ്റിനെയാണോ, അതോ ഏതായാലും കുഴപ്പമില്ല, ഇതിൽ ബോത്തിലുമുണ്ട്. ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അതിനുശേഷം ബോത്ത് സെലക്ട് ചെയ്ത ശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം സെലക്ട് ചെയ്യുക. എംപ്ലോയേഴ്സ് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാവുന്ന എംപ്ലോയർ ആണ്, അത് നമ്മൾ ഹീബ്രു മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹീബ്രു അറിയാവുന്ന എംപ്ലോയറെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ലാംഗ്വേജ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് അതിന് ശേഷം ലൈസൻസ് ഡിസ്ട്രിക്ട്, ഏത് ഏരിയയിലാണ് നമുക്ക് ജോലി വേണ്ടത്. ഇപ്പോൾ ഏരിയ 3 ജോലി കുറവുള്ളത്, അതുകൊണ്ട് ഏരിയ 3 സെലക്ട് ചെയ്തു. അതിനുശേഷം സിറ്റി, ഏത് സിറ്റിയിലാണോ ജോലി വേണ്ടത് സെലക്ട് ചെയ്യുക. ആവശ്യമുള്ളവർ, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മൊത്തത്തിൽ ഏരിയ 3 എവിടെയുള്ള ജോലി വേണേലും ലഭിക്കുന്നതാണ്. ശേഷം ജോബ് ടൈപ്പ്, ലീവ് ഇൻ, ലീവ് ഔട്ട്, റിലീവർ, ഇതിലേതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലീവ് ഇൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫൈനൽ ജോബ് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ 3 എല്ലാ എംപ്ലോയറല്ല, ജോലിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ഫുള്ളാണ് ഇത് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ 18-ാം തീയതി, ഇന്നത്തെ ഡേറ്റ് 1-2-3-4, 18-10 4 ജോബാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം 17 ഒരു ജോലി, 16 ഇങ്ങനെ ഓരോ ഡേറ്റിലുമുള്ള ജോലികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഓരോ ആടും പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ എംപ്ലോയറുടെ ഫുൾ ഡീറ്റെയിൽസും അതിൽ ലഭ്യമാണ്. ആ പേഷ്യൻ്റെ ഏജ്, ഫാമിലിയാണോ, സിംഗിൾ പേഷ്യൻ്റാണോ, പേഷ്യൻ്റെ ജെൻഡർ, പേഷ്യൻ്റ് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റൽ സ്റ്റാറ്റസ്, പേഷ്യൻ്റെ വെയിറ്റ്, ഏത് ഡേറ്റിലാണ് അവർ ആഡ് ഇട്ടിരുന്നത്, ജോബ് ടൈപ്പ്, ലീവ് ഇൻ ആണോ അവർ നോക്കുന്നത്, ലുക്കിംഗ് ഫോർ ഫീമെയിൽ കെയർ ഗീവറാണോ മെയിൽ കെയർ ഗീവറെയാണോ നോക്കുന്നത്, അക്കോമഡേഷൻ ഉണ്ടോ, സാലറി എത്രയാണ്, അവരുടെ സ്ഥലം, പെറ്റ്സ് ഏതൊക്കെയാണ് അവർക്കുള്ളത്, പ്രൊഫൈൽഡ് ഒറിജിനൽ കൺട്രി, അവർ ഏത് സ്ഥലത്തു നിന്നുള്ള കെയർ ഗീവറാണ് അന്വേഷിക്കുന്നത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എക്യുപ്മെൻറ്റ്, പേഷ്യൻ്റ് വീൽ ചെയർ ഉപയോഗിക്കുന്ന പേഷ്യൻ്റാണ്. ഇങ്ങനെയുള്ള പേഷ്യൻ്റ് ഡീറ്റെയിൽസും പിന്നെ പേഷ്യൻ്റെ കോൺടാക്ട് നമ്പറും, പേഷ്യൻ്റ് അല്ലെങ്കിൽ ആഡിറ്റവരുടെ കോൺടാക്ട് നമ്പറും ലഭ്യമാണ്. ഇത് നമുക്ക് ഡയറക്റ്റ്
വിളിച്ച് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം. അതല്ലെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ളത്. ഇതുകൂടാതെ നമുക്ക് ഓരോ സ്ഥലത്തുമുള്ള ഏജൻസികൾ അറിയണമെങ്കിൽ ഏജൻസി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുമുള്ള കെയർ ഗിവർ ഏജൻസീസ്, നോർത്ത്, ഹൈഫ ആൻഡ് ക്രയോത്ത്, ഷറോൺ ഏരിയ, ടെലവീവ് ഏരിയ, ജെറുസലേം, പിന്നെ ഓരോ സ്ഥലത്തുമുള്ള കെയർ ഗിവർ ഏജൻസികളുടെ വിവരങ്ങളും ലഭ്യമാണ്. അതിനുശേഷം ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൈറ്റാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ സൈറ്റിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെയുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്.